ഹായ് ഗൈസ്, എല്ലാവർക്കും കല്ലൂർ റോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ UK ലൈഫിനെ കുറിച്ചിട്ടാണ്. UK ലൈഫിനെ കുറിച്ചും അതുപോലെ നാട്ടിൽ നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്താൽ എങ്ങനെയായിരിക്കും ജോലി കാര്യങ്ങളെ കുറിച്ചും, അത് ജോലി ചെയ്താൽ എന്ത് ഇൻകം കിട്ടും, അതുപോലെ എന്തോ എക്സ്പെൻസ് എന്തോരം ആവും, ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോ എങ്ങനെ ചെലവ് വരും, അതിന്റെ ബാലൻസ് എങ്ങനെ, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കാഴ്ചകളും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പിന്നീട് എന്താ പറയാ, ഇപ്പൊ ശരിക്കും കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ ഒരു കണ്ടമാനം മലയാളീസ് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് UK-ലേക്ക്. ഇവിടെ എൻ്റെ ഏരിയ ടോർക്കി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ടോർക്കി ഡെവോൺ എന്ന് പറഞ്ഞ കൗണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് പോലെ, നമ്മുടെ നാട്ടിലെ ഇപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെയാണ് കൗണ്ടി. അപ്പൊ എന്റെ ഏരിയയിൽ തന്നെ ഇപ്പൊ ഈ ടോർക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ കണ്ടമാന ആൾക്കാർ, മലയാളീസ് ഇഷ്ടംമാതിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓൾ ഓവർ UK-ൽ ഒരുപാട് ആൾക്കാർ ലാസ്റ്റ് 3-4 വർഷങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ പലർക്കും ഇപ്പൊ നാട്ടില് പല ആൾക്കാർക്കും പല സംശയങ്ങളുണ്ട്. കാരണം വന്നാൽ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. താനും ഇത് ഇപ്പൊ എന്താ പറയാ, ഒരു 80% ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ചിലവർക്കൊക്കെ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും വേറെ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഓൾമോസ്റ്റ് ഒരു 80% ഇവിടെ വന്നാലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നാട്ടിൽ നിന്നും നഴ്സിംഗ് പഠിച്ചിട്ട് മിനിമം UKVA മിനിമം 5.5 സ്കോറുള്ള ആരെങ്കിലും ഇനി UK-ലേക്ക് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യുക. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം, അതിന്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ ഞങ്ങള് താമസിക്കുന്നത് ഈ പറഞ്ഞ ഇതാണ് നമ്മുടെ വീടിന്റെ ഏരിയ കാണിക്കട്ടെ. ഇവിടെ ഒരു കോറൽ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഈ ഗെയിമൊക്കെ കളിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഡോറാണ്, ഈ കാണുന്ന ഡോറാണ് നമ്മുടെ 3 ബെഡ്റൂം ഹൗസ് ആണ് ഇവിടെ. അപ്പൊ ഇത് മുകളിലാണ് ഈ 3 ബെഡ്റൂമും കിച്ചണും എല്ലാം, ടോയ്ലറ്റ്, ഹാൾ, എല്ലാ പരിപാടി ഇത് സ്റ്റെപ്പ് വരെ മുകളിലേക്കാണ്. ഞാനത് കാണിക്കാം. അത് മോളില് വൈഫ്, ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട. അപ്പം ഇതാണ് നമ്മുടെ വീട്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഫ്ലവർ ഷോപ്പാണ്, അതിൻ്റെ അപ്പുറത്ത് ഒരു ബേക്കറി, അതിൻ്റെ അപ്പുറത്തൊരു ചൈനീസ് ഷോപ്പ്, അതിൻ്റെ അപ്പുറത്ത് ബാർബർ ഷോപ്പ്, അതിന്റെ അപ്പുറത്ത് ഫിഷ് ആൻഡ് ചിപ്സിന്റെ ഷോപ്പ്, അതിന്റെ അപ്പുറത്ത് ഫാർമസി, അതിന്റെ അപ്പുറത്ത് ടെസ്കോ, അതിന്റെ അപ്പുറത്ത് പോസ്റ്റ് ഓഫീസ്, കോഓപ്പറേറ്റീവ് ഷോപ്പ്. അപ്പൊ ഇത് നല്ലൊരു ഏരിയ ആണ്. കാരണം നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയാൽ തന്നെ എല്ലാ സംഭവങ്ങളും കിട്ടും. പോസ്റ്റ് ഓഫീസിൽ പോകണമെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസ് തൊട്ടടുത്തുണ്ട്, കോഓപ്പറേറ്റീവ് ഫുഡ് ഷോപ്പ് ഉണ്ട്, ടെസ്കോ ഉണ്ട്. ഇവിടെ ഒരു 24 മണിക്കൂറിന്റെ ATM സെന്റർ ഉണ്ട്, എല്ലാം ഫാർമസി, എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഫിഷ് ആൻഡ് ചിപ്സ്, അത് ബാർബർ ഷോപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു സ്ഥലത്താണ് നമ്മുടെ വീട് ദിവസമായിട്ട്. അപ്പോൾ ശരി, അടുത്ത കാര്യങ്ങളിലേക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ടോർക്കിയിൽ ബാബാക്കോം ബീച്ചിലേക്ക് എത്തിക്കാണ്. ബാബാക്കോം ബീച്ച് ശരിക്കും ബീച്ചിൻ്റെ ടോപ്പിലുള്ള ഒരു വ്യൂ ആണ്. ബീച്ച് താഴെയാണ്, ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നമുക്കിവിടെ കാണിച്ചു തരാം. നല്ല പിള്ളേർക്കൊക്കെ കളിക്കാം. അതിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് താഴത്തേക്കുള്ള വ്യൂ ഒക്കെ കാണാം. അപ്പോൾ അതെ, ഇതാണ് ബാബാക്കോം ബീച്ച്. ബാബാക്കോം ബീച്ചിൻ്റെ ടോപ്പാണിത്, ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഓക്കെ, അത് ബീച്ചിൻ്റെ താഴത്തെ ഒരു സൈഡാണ്. അതൊക്കെ ആൾക്കാരൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ടൈം പറഞ്ഞ സമയത്ത് അടച്ചു തുടങ്ങി. പിന്നെ ഇപ്പുറത്തെ സൈഡിലുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റില്ല. താഴത്ത് അവിടെ നല്ല വ്യൂ ആണ്. ഇതാണ് ബാബാക്കോം ബീച്ചിൻ്റെ ടോപ്പ് വ്യൂ. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ ബാബാക്കോമ്പ് ബീച്ചിലേക്ക് എത്തിയേക്കാണ്. ടോർക്കിയിലൊരു ബീച്ചാണ് ബാബാക്കോമ്പ്. അതിന്റെ ടോപ്പിലാണ് നമ്മളിപ്പോ. ബീച്ച് താഴെയാണ്, നമുക്ക് ടോപ്പിലുള്ള വ്യൂ ആണ്. അപ്പൊ അതിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് ശേഷം ഞാൻ അതിൽ ഇത് ആഡ് ചെയ്യാം.
അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ നിന്നും ഒരു സീനിയർ കെയറർ വിസയിൽ ഇവിടെ വന്നാൽ ഉള്ള അതിൻ്റെ ഇൻകം കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇപ്പോൾ വൈഫാണ് സീനിയർ കെയറർ വിസയിൽ വരുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇവിടെ ഒരു ഫുൾ ഡേ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്കൂറാണ് ആവറേജ്. ചില സ്ഥലത്ത് 13 മണിക്കൂറുണ്ട്. ഇപ്പോൾ എൻ്റെ വൈഫ് ചെയ്യുന്നവർക്ക് 7 to 8 ആണ്, അതായത് 13 മണിക്കൂറാണ്. കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 8 to 8 ആണ്, അതായത് 12 മണിക്കൂറായിരിക്കും കോമൺ ആയിട്ട്. അത് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്, 14 മണിക്കൂറുള്ളതുണ്ട്. അപ്പോൾ ഒരു ആവറേജ് നമ്മളൊരു 12 മണിക്കൂർ കണക്ക് കൂട്ടാം. അങ്ങനെ ഒരു 4 ഫുൾ ഡേ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ട് ആവറേജ് നമുക്കൊരു 2000 പൗണ്ടെങ്കിലും നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടും. അത് ചിലപ്പോൾ 2100 കിട്ടാം, 2200 കിട്ടാം. ആവറേജ് നമുക്ക് അതായത് മിനിമം ഇതിൽ വെച്ച് നോക്കിയാൽ നമുക്ക് 2000 മണിക്കൂർ നമുക്ക് കിട്ടും. അതാണ് ഒരു 4 ദിവസം വർക്ക് ചെയ്യാറുള്ളത്. ഇപ്പോൾ എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നത് 5 ദിവസമാണ്. അപ്പോൾ ആൾക്കൊരു 2500 പൗണ്ട് ടാക്സ് കഴിഞ്ഞിട്ട് ആൾക്ക് കിട്ടും. അപ്പോൾ അതാണ് ഒരു ഇൻകം ആളുടെ. അപ്പോൾ ഇൻകം ഇപ്പോൾ ആളുടെ ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വരുന്നത് ഇപ്പോൾ എൻ്റേത് ഇപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ പറയാം. ഇപ്പം ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് ഞാനും ഈ കെയർ ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കെയർ ഹോമുകളും നഴ്സിംഗ് ഹോമുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് എൻ്റെ ഈ ടോർക്കി എന്ന് പറഞ്ഞ ഏരിയ. അതായത് റിട്ടയർമെൻറ്റ് ലൈഫ് സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ടോർക്കി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്കും ഇതായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളല്ല, പക്ഷേ എനിക്കും ഇങ്ങനെ കെയർ ഹോമിൽ തന്നെ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ തന്നെ ഈസി ആയിട്ട് ജോലി കിട്ടി. അപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇത് സെയിം കെയറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന നൈറ്റാണ്, 8 to 8 ആണ്. രാത്രി 8 മണി വരെയും രാവിലെ 8 മണി വരെയാണ് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് 4 ദിവസം 5 ദിവസം അങ്ങനെ ഫിക്സഡ് അല്ല. ചിലപ്പോൾ 4 ദിവസം ചിലപ്പോൾ 5 ദിവസം അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനിതുപോലെ 6 ദിവസം വരെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു 4-5 മാസമായിട്ട് ഇപ്പോൾ കുറച്ച് സൈഡ് നമുക്ക് ബിസിനസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ പിന്നെ ഫാമിലി എല്ലാം കൂടി തിരക്കായതുകൊണ്ട് അപ്പം 4 അല്ലെങ്കിൽ 5 ദിവസമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്താ പറയുക, അപ്പോൾ എനിക്കും അങ്ങനെ ഇതാണ്. ഇപ്പോൾ 4 ദിവസമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 2000 പൗണ്ട് നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ട് ഒരു ആവറേജ് അതാണ് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ ഇൻകം. അപ്പോൾ ഇപ്പോൾ 2 പേര് ഇൻകം ഏകദേശം പിടികിട്ടിയില്ലേ. ഇപ്പോൾ ഇതല്ല ഇനി നഴ്സിംഗ് ഹോം അല്ലെങ്കിലും എനിക്ക് കിട്ടുന്നത് ഈ മിനിമം വേജസ് ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഏത് പണിക്ക് പോയാലും ആ മിനിമം വേജസ് കിട്ടും. അപ്പോൾ എനിക്ക് നഴ്സിംഗ് ഹോമിൽ എനിക്ക് കിട്ടുന്ന മിനിമം വേജസിലുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് 4 ദിവസം വർക്ക് ചെയ്താൽ നമുക്കൊരു 2000 പൗണ്ട് നമുക്ക് എന്തായാലും ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഏത് പണിക്കായാലും ഇത് കിട്ടും, അല്ലെങ്കിൽ അതിൽ കുറച്ചധികം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻകം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സൈഡ് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ അത് വേറെ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഞാൻ ചിലവുകളെ കുറിച്ച് പറയാം. അതിനു മുമ്പ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണിക്കാം. ഇവിടുത്തെ ഈ ബീച്ചിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതെല്ലാം അകല ആ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, അത് നമ്മൾ ചൂണ്ടിട്ട് മീൻ കാണാം. അപ്പോൾ കാണാമോ, ചൂണ്ടിട്ട് അവിടെ ആരോ ചൂണ്ടിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ പോയി ചൂണ്ടിയിട്ടുണ്ട്. കണ്ടാ, ചൂണ്ടിട്ട് മീൻ പിടിക്കുന്ന ഒരു സ്ഥലമാണ്. കണ്ടാ, അത് പോകണമെങ്കിൽ നമ്മൾ താഴത്തേക്ക് അത് വേറെ വഴിക്ക് പോകണം, അല്ലെങ്കിൽ ഇതിൽ നമുക്ക് നടന്നു പോകാൻ പറ്റും. ഈ വഴി നടന്നു പോകണമെങ്കിൽ തിരിച്ചു വരുമ്പോൾ കയറി ഇത്തിരി എന്താ പറയുക നല്ല ദൂരമുണ്ട്, കുറച്ച് കയറി ഇറങ്ങി വരാനുണ്ട്. ആകാശഗോപുരം പൊന്മണി മേടയായി അഭിലാഷഗീതകം സാഗരമായി. ആകാശഗോപുരം പൊന്മണി മേടയായി അഭിലാഷഗീതകം സാഗരമായി. ഉദയരഥങ്ങൾ തേടി വീണ്ടും മരതകരാഗസീമയിൽ സ്വർണ്ണപ്പറവ പാറി നിറമേഘച്ചോലയിൽ വർണ്ണക്കൊടികളാടി. നിങ്ങൾക്കറിയാം സീഗിൾസിനെ കുറിച്ച്? സീഗിൾസ് UK മാത്രമേ ഉള്ളൂ. ആ സീഗിൾസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഒത്തിരി സീഗിൾസ് ഉള്ള സ്ഥലമാണ് ഈ ബാബാക്കോം ബീച്ച് എന്ന് പറഞ്ഞ ബീച്ച്. ഈ ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സീഗിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു സീഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രേ അറിയുള്ളൂ സീഗിൾസിനെ കുറിച്ച്. നിങ്ങൾക്കും എല്ലാം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ.
ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി ഉദയരഥങ്ങൾ തേടി വീണ്ടും മരതകരാഗസീമയിൽ സ്വർണ്ണപ്പറവ പാറി നിറമേഘച്ചോലയിൽ വർണ്ണക്കൊടികളാടി തളിരോല കൈകളിൽ ആകാശഗോപുരം പൊന്മണിമേടയായി അപ്പൊ ഇതെങ്ങനെയാ നമ്മുടെ ഇതിന്റെ വ്യൂ ഒക്കെ എങ്ങനെയാ, ഇഷ്ടപ്പെട്ടില്ലേ? നല്ല വ്യൂ അല്ലേ? പാപ്പാക്കോം ബീച്ചിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ബീച്ചിലേക്കുള്ളത്. അപ്പൊ അവിടുന്ന് കുറച്ച് പേര് കൈ കാണിച്ച. അപ്പൊ നമ്മളിപ്പോ ഇൻകത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിൽ പിന്നെ അഡീഷണൽ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ നമ്മള് ഈ ഇപ്പൊ ചിലവരൊക്കെ 4 ദിവസം നമ്മുടെ ഹോമിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോമിൽ വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ബാക്കി 1-2 ദിവസമൊക്കെ ചിലപ്പോൾ ഏജൻസി ത്രൂ പോകും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ നമുക്ക് പൈസ കിട്ടും. അതുപോലെ ക്യാഷ് ഇൻ ഹാൻഡ് കിട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഫാമിലി ആയിട്ട് വന്നവർ വളരെ കുറച്ച് പേരൊക്കെ പോകുള്ളൂ. കാരണം എല്ലാവരും തിരക്കും പിള്ളേരൊക്കെ ഞാനതൊന്ന് പറഞ്ഞതുള്ളൂ. അപ്പോൾ എല്ലാ ഏരിയകളിലും ഉണ്ടാവും ഈ ഏജൻസി ത്രൂ പോകുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്നേക്കാളും കാശ് കൂടുതൽ കിട്ടും. അതുപോലെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ടാക്സ് പോവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഇത് ഈ പറഞ്ഞ പോലെ. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഞാനൊരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കാം. നിങ്ങൾ ആരെങ്കിലും ഇനി നാട്ടിൽ നിന്ന് നേഴ്സിംഗ് പഠിച്ചിട്ട് UKVA എഴുതി 5.5 എങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ UK വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ എക്സ്പെൻസുകളെ കുറിച്ച് പറയാം. എക്സ്പെൻസ് ഇവിടെ ശരിക്കും വളരെ കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് എൻ്റെ ഏരിയയിലെ ഞാൻ ഉദ്ദേശിച്ച പൊതുവെ UK പൊതുവെ എക്സ്പെൻസ് നമുക്ക് കൂടുതലാണ്. അതാണ് ഈ പലരും ഈ പറഞ്ഞ ഈ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ചില ഏരിയയിലൊക്കെ ഭയങ്കര കൂടുതലാണ് എക്സ്പെൻസ്. നമ്മുടെ ഏരിയയിൽ അത്യാവശ്യം എക്സ്പെൻസ് ഉള്ളൊരു ഏരിയ തന്നെയാണ്. ഞാനും വൈഫും 2 പിള്ളേരും. അപ്പോൾ ഞാനും എൻ്റെ വൈഫ് 2 പിള്ളേരും ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഒരു 3 ബെഡ്റൂം ഹൗസാണ്. അപ്പോൾ നമ്മുടെ ഈ 3 ബെഡ്റൂം ഹൗസ് എന്ന് പറഞ്ഞാൽ 3 ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, ഒരു കിച്ചൺ, ഒരു ഡൈനിങ് ഏരിയ, ഒരു ലോഞ്ച്, ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പേ ചെയ്യുന്നത് £895 പൗണ്ടാണ്. ഓക്കെ. അപ്പോൾ അതൊരു ആവറേജ് കണക്ക് പറയണം. അപ്പോൾ അതിൽ ഈ 2 ബെഡ്റൂം ഹൗസ് എങ്കിലും നമുക്ക് വേണം മിനിമം. അപ്പോൾ മിനിമം നമുക്ക് അതെങ്കിലും വേണം. അപ്പോൾ നമുക്കൊരു എങ്ങനെ പോയാലും നമ്മൾക്കൊരു 700 പൗണ്ടോളം നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് റൂമിൻ്റെ വീടിൻ്റെ റെൻറ്റ് നമുക്ക് വരും, ഈ ഫാമിലി ആയിട്ടാകുമ്പോൾ. ഇതെല്ലാം പിള്ളേരില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പലരും അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ അല്ലെങ്കിൽ പിള്ളേരുണ്ടെങ്കിലും ഇപ്പോൾ വലിയ ബെഡ്റൂം എടുത്തിട്ട് 5 ബെഡ്റൂമൊക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നവർ യു ക്യാൻ ഗോ നോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പിള്ളേരില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു റൂമായിട്ട് അതിൽ നമുക്ക് താമസിച്ച്, അതായത് ഒരു വീട്ടിൽ നമ്മൾ എന്താ പറയുക ഷെയർ ചെയ്തിട്ടൊക്കെ നമുക്ക് താമസിക്കാം. അപ്പോൾ ഇത് റേറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. പിള്ളേരുണ്ടാകുമ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ബെഡ്റൂം, അതായത് ഒരുപാട് 5 ബെഡ്റൂം എടുത്തിട്ട് നമ്മൾ 3 ഫാമിലിയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ 2 ഫാമിലി വേറെ സ്റ്റുഡൻറ്റിനെയൊക്കെ കയറ്റി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ റെൻറ്റിലൊക്കെ വളരെ വ്യത്യാസം വരും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്, അത് വളരെ റെയറായിട്ടൊക്കെ ഉള്ളൂ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കതിൽ ഈ പറഞ്ഞ റെൻറ്റിനെ നമുക്ക് തരണം ചെയ്യാൻ നല്ല രീതിയിൽ പറ്റും. പിന്നെ ഈ റെൻറ്റ് കഴിഞ്ഞിട്ടില്ല, റെൻറ്റ് മാത്രമാണ് പറഞ്ഞപ്പോൾ നമ്മൾ ഇതിൽ ഇനി അഡീഷണൽ ബില്ലുകളുണ്ട്. ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, കൗൺസിൽ ടാക്സ്, ഇങ്ങനെയുള്ള ബില്ലുകളോട് വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ വാട്ടർ ബില്ല് പറഞ്ഞാൽ നമുക്കൊരു ആവറേജ് ഒരു 80 പൗണ്ട് നമുക്ക് മന്തിൽ വരും.
അപ്പോൾ നമ്മളൊരു 700 ആവറേജ് കൂട്ടി 80 കൂട്ടുകയാണെങ്കിൽ 780 ആയി. പിന്നെ കൗൺസിൽ ടാക്സ് ഒരു 120 ഉണ്ടെങ്കിൽ മിനിമം വരും. അത് 150 180 ഒക്കെ വരുന്ന ഇതുണ്ട്. അപ്പോൾ നമുക്കൊരു 120 ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 800-900 പൗണ്ടായി. പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റിയും ഗ്യാസും കൂടിയിട്ട് നമുക്കൊരു 150 പൗണ്ട് റേഞ്ച് വരും. അപ്പോൾ 900 1050 പൗണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ബില്ലുകൾ മിനിമം വരും. ഇതിൽ കൂടുതൽ വരാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഈ പറഞ്ഞ 1050 പൗണ്ട് അല്ല 1200 പൗണ്ട് നമുക്ക് ആ ഒരു ഇതിൽ എക്സ്പെൻസ് വരും. പിന്നെ ഉള്ള കാര്യങ്ങൾ മറ്റുള്ള ചിലവുകളാണ്. അത് ശരിക്കും നമുക്ക് മറ്റുള്ള ചിലവുകൾ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഫുഡ് സാധനങ്ങൾ മേടിക്കുക അല്ലെങ്കിൽ അങ്ങനെ വെച്ച് കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങനെ വലിയ എക്സ്പെൻസ് എന്ന് പറയാനായിട്ടില്ല. അത് നമുക്കൊരു ആവറേജ് തന്നെ പറയാനുള്ളൂ. ഇതാണ് മെയിൻ എക്സ്പെൻസുകൾ. പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ കാറുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ്, അതിൻ്റെ ഈ പറഞ്ഞ പെട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിൽ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ല ഇതായിട്ടൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ സാലറി നമുക്ക് എല്ലാ ചിലവുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഒരാളുടെ സാലറിയാണ് നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ട് 4 ദിവസമെങ്കിലും മിനിമം വർക്ക് ചെയ്തിട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷനിൽ ഒരുപാട് ഇപ്പോൾ നമുക്ക് അധിക ചിലവുകൾ കാര്യങ്ങളുണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അത് ഒരു ഡിപ്പെൻസ് ആയിരിക്കും. ഒരു ആവറേജ് അത്യാവശ്യം ലെവലിൽ ജീവിക്കാനായിട്ട് ഒരാളുടെ സാലറി ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ജോലി ചെയ്ത് പോവുകയാണെങ്കിൽ ഒരാളുടെ സാലറിയിൽ നമുക്ക് ചിലവുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരാളുടെ സാലറി നമുക്ക് സേവിങ്സ് ആയിട്ട് വെക്കാം. ഇതാണ് ഈ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. ഓക്കെ, വൈഫ് ജോസ്ന, മൂത്ത മോള് നിയ, ഇളയവൻ നിഷാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയി എല്ലാം കറങ്ങി വീഡിയോസ് എടുത്തു. തിരിച്ച് നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ വണ്ടി ഫുള്ളായിരുന്നു എല്ലായിടത്തും പാർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ. ഇവിടെ ഒന്നും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ട ഈ സൈഡിൽ 2 യെല്ലോ ലൈൻ വന്നാണ്ടില്ലേ, ഈ ലൈനുള്ളിടത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും. അപ്പോൾ നമുക്ക് 35 പൗണ്ട് ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടത് വൈഫ് വർക്ക് ചെയ്യുന്ന ഒരു കെയർ ഹോമിൻ്റെ, അവരെ തന്നെ വേറൊരു കെയർ ഹോമിലാണ് വണ്ടി ഇട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. ഇത് ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മുടെ കിരീടം മലയാളം മോഹൻലാലിൻ്റെ സിനിമയിൽ പറയണ പോലെ എല്ലാ തെരുവ് കണ്ടോ, എല്ലാം നഷ്ടപ്പെട്ടത് അവിടെ എന്ന് പറയണ പോലെ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു സൈക്കിള് മേടിച്ചിട്ട് ഞാൻ ഇവിടെ ചാരി വെച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ എന്താ പറയുക, ഈ വീടൊക്കെ റെന്റിന് കിട്ടുന്നൊരു ഇതായിരുന്നു. അവിടെ പോയിട്ട് ഞാനൊരു 2 മിനിറ്റിനുള്ളിൽ ആ ഡോറിൻ്റെ വന്ന് 2 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നിട്ട് ആ സൈക്കിൾ അടിച്ചു മാറ്റിയിട്ട് ഒരു സ്ഥലമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാനത് ആ സൈക്കിൾ മേടിച്ചുകൊണ്ട് വന്ന വീട്ടിലേക്ക് പോലും എത്തിയിട്ടുണ്ടായില്ല. ഇവിടെ ചാരി വെച്ചിട്ട് അവിടെ പോയി 2 മിനിറ്റിനുള്ളിൽ എൻ്റെ സൈക്കിൾ അടിച്ചു മാറ്റിയൊരു സ്ഥലമാണത്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നു. ചാഞ്ചക്കം പെണ്ണിയും താളത്തിൽ ചിന്നിയും ആകാശക്കാലവട്ട പീലി കെട്ടും ചില്ലുമേഘമേ. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ക്ലിയർ ആയി വിചാരിക്കുന്നു. അതുപോലെ ബീച്ച് ബീച്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ UK-യിലെ വന്നാലുള്ള ഒരു ഇൻകം, എക്സ്പെൻസ്, അതുപോലെ സേവിങ്സ്. അപ്പൊ ഇതൊരു ആവറേജ് കണക്കാണ്. പിന്നെ ഇത് നമ്മള് പണിയെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സേവിങ്സ് നമുക്ക് എങ്ങനെ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റും.
കാരണം പണ്ടൊക്കെ ഞാൻ 2009, 10, 11 സമയത്തൊക്കെ ഇവിടെ ഉണ്ടായത്. അന്നൊക്കെ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ട്, അതിനൊക്കെ അപേക്ഷിച്ച് ശരിക്കും പറഞ്ഞപ്പോ സ്വർഗമാണ് കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്ന, ഇപ്പൊ നമുക്ക് ഇപ്പൊ 5 ലക്ഷം രൂപ നമുക്ക് കയ്യിൽ കിട്ടും, പക്ഷെ ചെലവൊക്കെ കഴിഞ്ഞ് ഇതൊക്കെയാണ് അവസ്ഥകൾ. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ചില ആൾക്കാർ ഇപ്പൊ എന്താ പറയാ, നമുക്കിപ്പോ ഒറ്റയ്ക്കൊക്കെ വന്നവരൊക്കെ എന്ന് പറയാ നല്ല കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവര് ഈ പറഞ്ഞ 6-7 ദിവസമൊക്കെ വർക്ക് ചെയ്ത്, അത് ഈ പറഞ്ഞ 4 ദിവസമൊക്കെ ഒരു ഹോമിലും, അതുപോലെ അത് കഴിഞ്ഞിട്ട് ഏജൻസി ത്രൂ ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാശുണ്ടാക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. പിന്നെ കുറെ പേര് ഇവിടെ വന്ന് പെട്ടുപോയ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഡൊമിസിലറി കെയർ വിസയ്ക്കൊക്കെ വന്നിട്ട് അത് ഇവിടെ വന്നിട്ട് ലൈസൻസ് ഇതല്ലാതെ അവരുടെ വിസ എന്താ പറയാ, വിസ കട്ടായി പോണ അവസ്ഥകൾ. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് പണിയില്ലാത്ത ഡൊമിസിലറിയൊക്കെ വന്നിട്ട് അവർക്ക് പണിയില്ലാണ്ടിരിക്കുന്ന കുറെ കേസുകളുണ്ട്. അങ്ങനെ കുറെ നെഗറ്റീവ് കേസുകൾ ഇവിടെ നടന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു എന്താ പറയാ, ഒരു 80% ഉള്ള ഒരു കണക്കാണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എത്തിപ്പെട്ടാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, അതുപോലെ പണിയെടുക്കാനുള്ള മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇവിടുത്തെ ഇതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. അപ്പൊ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ആരെങ്കിലും നഴ്സിംഗ് പഠിച്ച ആരെങ്കിലും UKV എഴുതിയിട്ട് 5.5 എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ സീനിയർ കെയർ വിസയിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ആണായാലും പെണ്ണായാലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ താഴത്ത് കമന്റ് ചെയ്യാം, ഞാൻ ഡീറ്റെയിൽസ് പറയാം. അല്ലെങ്കിൽ നമ്പർ കമന്റ് ചെയ്താൽ മതി, മൊബൈൽ നമ്പർ കമന്റ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വരും, പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ വരികയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി പുതിയ പുതിയ വീഡിയോസുമായിട്ടും ഇനിയും വരുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ സന്തോഷ് കല്ലുകാരൻ സൈനിങ് ഓഫ്.